ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ഒരിക്കൽ കൂടി നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുതിയ തലമുറ സ്വാധീനം ചുവടുറപ്പിക്കുന്ന ഈ കാലത്ത് എന്താണ് നോമ്പുകാലത്തിൻ്റെ പ്രസക്തി? ഇഷ്ടഭോജ്യങ്ങൾ വർജിച്ച് ഉപവസിക്കുകയും നോമ്പ് നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നും ആവശ്യമാണോ? ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ അടിപൊളി ജീവിതം ആസ്വദിക്കുന്നതിന് പകരം പ്രാർത്ഥിച്ചും പള്ളിയിൽ പോയും സമയം കളയേണ്ടതുണ്ടോ? ഇന്ന് നമ്മിൽ ചിലരെയെങ്കിലും ഇത്തരം ചിന്തകൾ സ്വാധീനിക്കാറില്ലേ? പണം സമ്പാദിക്കാനും ജീവിതം ഭദ്രമാക്കാനും വേണ്ടി ഏത് മാർഗം സ്വീകരിക്കാനും അതിനു പറ്റിയ ന്യായവാദം നിരത്താനും നാം ഇന്ന് വ്യഗ്രചിത്തരാകുന്നു. പക്ഷേ എത്ര നാൾ നമുക്കിങ്ങനെ മുന്നോട്ട് നീങ്ങാൻ കഴിയും? ആത്മീയതയില്ലാത്ത, ഭൗതികതയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന ജീവിതം വീർത്തു വരുന്ന ബലൂൺ പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിപ്പോകാം. അതോടെ എല്ലാം അവസാനിക്കുകയും ചെയ്യും. തിരക്കേറിയ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഒന്ന് നിൽക്കുവാനും പിന്തിരിഞ്ഞു നോക്കി ജീവിത വഴികൾ ക്രമപ്പെടുത്താനും ദൈവിക പാതയിലൂടെ മുന്നേറാനും നമ്മെ സഹായിക്കുന്ന ഈ നോമ്പുകാലത്ത് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ. ആരാണ് സക്കേവൂസ്? ചുങ്കക്കാരിൽ പ്രധാനി, ധനികൻ, എന്നാൽ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവൻ, പണമുണ്ടായിരുന്നിട്ടും സമാധാനമില്ലാത്തവൻ, അധികാരമുണ്ടായിരുന്നിട്ടും ആത്മസന്തോഷമില്ലാത്തവൻ. ഇന്ന് നമ്മിൽ പലരുടെയും അവസ്ഥ ഇതുതന്നെയല്ലേ? പദവി, വിദ്യാഭ്യാസം, സമ്പത്ത് എല്ലാം ഉണ്ടെങ്കിലും എന്തോ വലിയൊരു കുറവ്. ദൈവവചനത്തിൽ നാം കാണുന്നു, യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് താമസിക്കാനായി കടന്നു ചെല്ലുന്ന യേശു ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ അത് സക്കേവൂസിൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അവൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരികെ നൽകുന്നു. എത്ര ശക്തമായ പ്രഖ്യാപനം! യഥാർത്ഥമായ അനുതാപം നമ്മുടെ ജീവിതവും പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. ഈശോ പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയം. ഈശോ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ വിളിക്കാനാണ്. അതെ, തിരസ്കരിക്കപ്പെട്ടവരെയും എല്ലാം നഷ്ടപ്പെട്ടവരെയും തകർന്നിരിക്കുന്നവരെയും തേടി. ഈ വചനഭാഗം നമുക്ക് വലിയ പ്രത്യാശയാണ് നൽകുക. നാം ആരായിരുന്നാലും, എത്ര തകർന്നിരുന്നാലും അവിടുന്ന് നമ്മെ തേടിയെത്തുന്നു. അവിടുന്ന് നാം ഓരോരുത്തരോടും പറയുന്നു, മകനെ, മകളെ, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അതിനായി അവിടുന്ന് നമ്മുടെ ഹൃദയവാതിലിൽ മുട്ടുന്നുണ്ട്. സ്വരം കേട്ട് വാതിൽ തുറക്കേണ്ട തീരുമാനം നമ്മുടേതാണ്. സക്കേവൂസിനെ പോലെ നമ്മുടെ ജീവിതവും പൂർണ്ണമായി മാറട്ടെ. ഈശോയുടെ സ്നേഹത്താലും കൃപയാലും നാമും രക്ഷിക്കപ്പെടട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ നോമ്പുകാലത്ത് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.